നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം CPM അണികളുടെ ക്രോസ് വോട്ടിംഗ് ആണെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി. പിണറായി വിജയന്റെയും CPM നേതാക്കളുടെയും ധാർഷ്ട്യവും തിരിച്ചടിയായത്രേ. കേരള കോൺഗ്രസ് എമ്മിന്റെ ഹൃദയഭൂമിയായ പാലായിൽ ഇത്തവണയെന്നല്ല കഴിഞ്ഞ തവണയും തോറ്റയാളാണ് ജോസ് കെ മാണി. 25 വർഷം തുടർച്ചയായി CPIM ജയിച്ചു വന്ന റാന്നി സീറ്റ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിന് കൈമാറുകയും അവിടെ കൊച്ചുമാണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം ഇത്തവണ അവിടെ പരാജയപ്പെട്ടെങ്കിൽ അത് അങ്ങേരുടെ പിടിപ്പുകേട് കൊണ്ടാണ്. 2021 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം 5 സീറ്റിൽ വിജയിച്ചപ്പോൾ 2026 മത്സരിച്ച 12 സീറ്റുകളിലും പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് UDFിലേക്ക് പോകണമെങ്കിൽ പോകാം. അതിന് CPIMന്റെ നെഞ്ചത്ത് കയറേണ്ട. 5 പതിറ്റാണ്ടിലേറെയായി KM മാണി പ്രതിനിധീകരിച്ചിരുന്ന പാലാ മണ്ഡലം പോലും നിങ്ങളെ കൈവിട്ടെങ്കിൽ അതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളായത് പാലായിൽ ജോസ് കെ മാണിയാണ്, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, ചങ്ങനാശ്ശേരിയിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, പൂഞ്ഞാറിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, റാന്നിയിൽ പ്രമോദ് നാരായൺ, തൊടുപുഴയിൽ സിറിയക് ചാഴിക്കാടൻ, പിറവത്തിൽ സാബു കെ ജേക്കബ്, ഇരിക്കൂറിൽ മാത്യു കുന്നപ്പള്ളി, കടുത്തുരുത്തിയിൽ നിർമ്മല ചിമ്മി, പെരുമ്പാവൂരിൽ ബേസിൽ പോൾ എന്നിവരായിരുന്നു.